ഹജറൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. സ്വർഗത്തിൽ വന്ന ഒരു ബ്ലാക്ക് കല്ലാണ്. അത് തൊടാനുള്ള ഒരു ആൾക്കൂട്ടവും തിരക്കുമാണ് നിങ്ങളാ കാണുന്നത്. നോക്ക്, നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരും അതങ്ങ് മറക്കും. അവിടെ അതിനുള്ള സംവിധാനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെല്ലാവരും കൂടി നിന്ന് റൗണ്ടിലാണ് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ തൊട്ട് പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആൾക്കാർ അവിടെ നിറഞ്ഞിരിക്കുമ്പോൾ തിക്കി ഞെരുക്കി ആൾക്കാരെ കൊല്ലാനുള്ള സംവിധാനം നിങ്ങൾ എന്തിനാണ് സ്വയം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? സോ നമ്മൾ ദൈവത്തിന് മുമ്പ് എത്തുമ്പോൾ നമ്മൾ ലിറ്ററലി സെൽഫിഷായി മാറുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണോ ദൈവത്തിന് ആവശ്യം? ദൈവമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. ബട്ട് നമ്മൾ ഇത്രയും ഹോളി ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോലും അവിടെ നിന്ന് നമ്മളിത് ഇത് മാത്രമല്ല കേട്ടോ, ഏത് ദൈവത്തിൻ്റെ മുന്നിലുള്ള സംവിധാനത്തിൽ എടുത്താലും അവിടെയൊക്കെ നമ്മൾ തിരക്കും എത്തി നമ്മൾ ആദ്യം കണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിടണം എന്നുള്ളൊരു സംവിധാനം, ഒരു സിസ്റ്റം ഉണ്ട്. എടാ, എന്തിനാണത്? നിങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്ത് കഷ്ടപ്പെട്ട് ആ ഒരു സ്ഥലത്ത് എത്തിയെങ്കിൽ നിങ്ങളത് ദർശിച്ചാൽ പോലും നിങ്ങളത് കണ്ടാൽ പോലും ദൈവത്തിന് മനസ്സിലാവും, ഓക്കെ നിങ്ങൾ തൊട്ടാലേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ, ഒരു ചിന്ത ഉണ്ടല്ലോ. ലിറ്ററലി ഇതൊക്കെ കാരണമാണ് എനിക്ക് പലപ്പോഴും മതത്തിൻ്റെ പല സിസ്റ്റത്തിനോട് എനിക്ക് എതിർപ്പ് തോന്നുന്നത്. നിങ്ങൾ തിരക്കുണ്ടാക്കി ആൾക്കാരെ കൊന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി 5 പേര് മരിച്ചാലും അവരെ ശവത്തിൻ്റെ മുകളിൽ ചവിട്ടി നിങ്ങൾ അതിൽ തൊട്ടാൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങളങ്ങ് ഉന്നതരായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണ, ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ തെറ്റായ ചിന്തയുണ്ടല്ലോ, അവിടെയാണ് ദൈവത്തോട് പലപ്പോഴും നമുക്ക് വിയോജിപ്പൊക്കെ വരുന്നത്. നമ്മുടെ ലോകത്ത് ഏതൊരു ഇതുപോലത്തെ ദൈവത്തിൻ്റെ ആരാധനകൾ എടുത്തു നോക്കിയാലും, പരിപാടി വന്നാലോ അവിടെ ഒരു അനുഗ്രഹം കൊടുക്കുന്ന ഒരു ചടങ്ങ് വന്നാലോ ആൾക്കാരെ തിക്കി നിറഞ്ഞ് അൺകൺട്രോൾഡ് ആയിട്ട് അങ്ങ് പോകും. അതിൽ സ്ത്രീകളോ പുരുഷന്മാരോ ഒന്നുമില്ല. സോ ഇതൊരു ക്രിട്ടിക്കൽ സോഫ്റ്റ്വെയർ എററാണ് ആക്ച്വലി. ആ സോഫ്റ്റ്വെയർ എററിന് നമുക്ക് നിലവിൽ ഇതുവരെ നമുക്ക് ആ ബഗ്ഗിനെ ഫിക്സ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ കയ്യിലില്ല. സോ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ തമാശയായിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ ബാലിശ്യമുള്ള പ്രവൃത്തിയായിട്ടും തോന്നുന്നത്. അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് അനുഗ്രഹം വാങ്ങാനുള്ള അവരുടെ അവസാനത്തെ അടവാണ്, അല്ലെങ്കിൽ ഇത് അവരുടെ 1 വേ ടിക്കറ്റാണ് സ്വർഗത്തിലോട്ടുള്ള. അപ്പോൾ അവർ ചത്താണെങ്കിലും ഇത് വാങ്ങിക്കണം. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ എല്ലാ മതങ്ങളിലും അതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ഇത് പറയുന്നതാണ്. പക്ഷേ ഞാൻ ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹജ്ജിൽ ഇങ്ങനത്തെ കുറേ വീഡിയോസ് അധികം അങ്ങനെ പുറത്ത് വരാറില്ല. ഇപ്പോൾ ഈ ഇടയായിട്ടാണ് ഈ പറയുന്ന സംവിധാനത്തിലുള്ള വീഡിയോസ് അങ്ങനെ അധികം വരുന്നത്. സോ വിമർശിക്കപ്പെടേണ്ട സംഭവങ്ങൾ നമ്മൾ വിമർശിക്കപ്പെടണം. അത് ഹജ്ജാണെങ്കിലും ശബരിമലയാണെങ്കിലും ഏത് കുരിശു നോക്കുന്ന പള്ളിയാണെങ്കിലും.